Welcome to the General Engineering class. Today we discuss new module 5 and chapter 12, Digital Electronics. First, Introduction to Digital Electronics. Most of us may not be familiar with the principle of working of computers, communication systems, internet, email, etc. The operation of the systems is based on the principle of digital techniques, and these systems are referred to as digital systems. നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും ചിലപ്പോൾ കമ്പ്യൂട്ടറിൻ്റെയോ അതുപോലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെയോ അതുപോലെ ഇമെയിൽ, ഇൻ്റർനെറ്റ് തുടങ്ങിയവയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയാൻ സാധ്യതയില്ല. ഈ ഉപകരണങ്ങളെല്ലാം അല്ലെങ്കിൽ സിസ്റ്റങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് ഡിജിറ്റൽ ടെക്നിക്സിന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സിസ്റ്റത്തെ ഡിജിറ്റൽ സിസ്റ്റംസ് എന്നാണ് അറിയപ്പെടുന്നത്. Almost all digital circuits are designed for two-state operations. One of these may be called as low level and the other one as high level. This type of signal is known as digital signals. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ സിസ്റ്റംസ് എല്ലാം വർക്ക് ചെയ്യുന്നത് രണ്ട് സ്റ്റേറ്റുകൾ വെച്ചിട്ടാണ്. രണ്ട് സ്റ്റേറ്റുകളാണ്. ഒന്ന് ലോ ലെവൽ, മറ്റൊന്ന് ഹൈ ലെവൽ. ഇങ്ങനെ രണ്ട് ലെവൽ, ലോ ലെവൽ, ഹൈ ലെവൽ. ഇത്തരം സിഗ്നലിനെ നമ്മൾ ഡിജിറ്റൽ സിഗ്നൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം സിഗ്നലാണ് ഡിജിറ്റൽ സിഗ്നൽ എന്നറിയപ്പെടുന്നത്. അതായത് എല്ലാ ഡിജിറ്റൽ സർക്യൂട്ട്സും സാധാരണയായിട്ട് രണ്ട് തരം ഓപ്പറേഷൻസ്, രണ്ട് സ്റ്റേറ്റ് ഓഫ് ഓപ്പറേഷൻസ്. വൺ ഈസ് ലോ ലെവൽ എന്ന് പറയും, മറ്റൊന്ന് ഹൈ ലെവൽ എന്ന് പറയും. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റുകളാണ്. ലോ ലെവൽ സ്റ്റേറ്റും ഹൈ ലെവൽ സ്റ്റേറ്റും രണ്ട് സ്റ്റേറ്റ് ആയിട്ടാണ് ഡിജിറ്റൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ദ ടു ഡിസ്ക്രീറ്റ് സിഗ്നൽ ലെവൽസ് high and low can also be represented by the binary digits 1 and 0 respectively. ഇതിലെ ഹൈ ലെവൽ എന്ന് പറയുന്നത് 1ഉം ലോ ലെവൽ എന്ന് പറയുന്നത് 0യുമായിട്ട് പറയും. ലോ ലെവലിനെ 0 എന്ന് പറയും, ഹൈ ലെവലിനെ 1 എന്ന് പറയും. അപ്പോ a binary digit 0 or 1 is referred to as a bit. ഇതിലെ 0 എന്ന് പറയുന്ന ബൈനറി, 1 എന്ന് പറയുന്ന രണ്ട് ബൈനറികളുണ്ട്, 0യും 1ഉം ഉണ്ട്. അതില് രണ്ടിനെ കൂടെ കോമൺ ആയിട്ട് പറയുന്നത് ബിറ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ രണ്ടിനും കൂടെ ഈ 0യും 1നും കോമൺ ആയിട്ട് പറയുന്ന പേര് ബിറ്റ് എന്നാണ്. Two levels can also be designated as on or off or true or false. ഇതിനെ നമ്മൾ വീണ്ടും മറ്റു പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഒന്നുകിൽ അതിനെ ഇത് ഓഫ്, ഇത് ഓൺ, അല്ലെങ്കിൽ ഇത് ഫാൾസ്, ഇത് ട്രൂ. അപ്പോൾ ട്രൂ ഓർ ഫാൾസ്, അല്ലെങ്കിൽ ഓൺ ഓർ ഓഫ്, അല്ലെങ്കിൽ 0, 1, അല്ലെങ്കിൽ ലോ ലെവൽ, ഹൈ ലെവൽ. ഇങ്ങനെ 4 രീതിയിലും ഈ സ്റ്റേറ്റ് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ ലോ ലെവൽ, അല്ലെങ്കിൽ 0, അല്ലെങ്കിൽ ഓഫ്, അല്ലെങ്കിൽ ഫാൾസ്, ഒന്നുകിൽ ഹൈ ലെവൽ, അല്ലെങ്കിൽ 1, അല്ലെങ്കിൽ ഓൺ, അല്ലെങ്കിൽ ട്രൂ. അങ്ങനെ 4 തരത്തിലും ഈ ഡിജിറ്റൽ ലെവലുകളെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി number system. Binary number system. The number system with base 2 is known as the binary number system, which uses the digits 0,
and one as course. These are known as bits. T is positional system, that is every position is assigned a specific weight. For example, the decimal digit 2 can be represented as 1 0 in binary, whereas the bit 1 is having a weight 2 raised to 1 and 0 is having the weight of 2 raised to 0. അതായത് നമ്മുടെ സാധാരണ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് അതിന്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. ഇവിടെ ബൈനറി സിസ്റ്റത്തില് അതിന്റെ ബേസ് 2 ആണ്. ഇവിടെ ബേസ് 2 ആണ്. അതായത് രണ്ടക്കങ്ങളേ ഉള്ളൂ, ഒന്ന് 0യും ഒന്ന് 1ഉം. അപ്പൊ 1ഉം 0യും 1ഉം ആകുമ്പോൾ ഇത് രണ്ടെണ്ണേ ഉള്ളൂ ആകെ. അതുകൊണ്ട് അതിന്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. ഇതിന് ഒരു സ്പെസിഫിക് വെയിറ്റ് ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മുടെ 2 എഴുതാൻ ഇവിടെ കഴിയില്ല, ഇവിടെ 0 എഴുതാൻ കഴിയും, 1 എഴുതാൻ കഴിയും. ഇനി 2 എഴുതണമെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് 1 0 എന്നാണ് എഴുതുക. നമുക്കറിയാം 10 കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് എഴുതാറ് 11 ആണ്. 11 കഴിഞ്ഞാൽ നമ്മള് 12. ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ പോകുന്നത്. കാരണം ഇതിൽ 10 അക്കങ്ങളാണ്, 10 ആണ് അതിന്റെ ബേസ്. ഇവിടെ 2 ആണ് ബേസ്. ഇവിടെ നമുക്ക് 1 0 1 2 എഴുതാൻ ഇവിടെ അക്കമില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ 2ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും, 0 2 ആണ്. അങ്ങനെ തുടർന്ന് പോകും. ഇതില് ഈ 1ന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 raised to 1. അതുപോലെ ഈ 0യുടെ വെയിറ്റ് തന്നെ 2 raised to 0. 2 raised to 0. അതെല്ലാം നിങ്ങൾ വിശദമായ മാത്സ് പഠിക്കും ഇവിടെ. അപ്പൊ ഇതിനെ നമ്മൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് വെറും 2 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഏതായാലും ഇവിടെ 0 കഴിഞ്ഞാൽ 1 കഴിഞ്ഞാൽ 2 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഴുതുക, അല്ലാതെ ഇങ്ങനെയല്ല. വീണ്ടും 3 എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത 2 അക്കങ്ങളാണ് ഉപയോഗിക്കുന്നത്, 3. പിന്നെ 4 എന്ന് എഴുതുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോഴത്തേക്ക് ചെറുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് പോരും. ഓക്കെ, 1 2 3 4 എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഒരു 0 ഇവിടെ വരും, ഒരു 0 ഇവിടെ വരും, 4. ഇങ്ങനെ തുടർന്ന് 2 സംഖ്യകളായിട്ട് പോകുന്നതിന്റെ കാരണം ഇതിന്റെ ബേസ് 2 ആണ്. 2 അക്കങ്ങളെ നമ്മുടെ കയ്യിൽ ഉള്ളൂ. ഇതാണ് ബിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബൈനറി arithmetic. We are all familiar with arithmetic operations such as addition, subtraction, multiplication and division of decimal numbers. Similar operations can be performed on binary numbers. In a binary addition നമുക്ക് നോക്കാം. നെക്സ്റ്റ് ബൈനറി അഡിഷൻ. ബൈനറി അഡിഷനിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു 0യും ഒരു 0യും ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ 0 തന്നെ കിട്ടും. ഓക്കെ, അതേസമയം ഒരു 0യും ഒരു 1ഉം ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കിട്ടും, 1 കിട്ടും. അതുപോലെ ഒരു 1ഉം 0യും ആഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് 1 കിട്ടും. രണ്ടും ആഡ് ചെയ്യും. അതുപോലെ 2 1കൾ ആഡ് ചെയ്യുമ്പോൾ ഒരു 1 പ്ലസ് 1, ഈ 2 1കൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവയെല്ലാം പകരം 0 1 ഇങ്ങനെയാണ് കിട്ടുക. അതില് ഒന്ന് സമ്മും ഒന്ന് ക്യാരിയുമാണ്. ഇതിനെ സം എന്ന് പറയാം, ഇതിനെ സം എന്ന് പറയും, ഇതിനെ ക്യാരി എന്ന് പറയും. സം ക്യാരി, സമ്മും ക്യാരിയാണ്. ഇത് സമ്മ്, ഇത് ക്യാരി. അങ്ങനെയാണ് ആഡ് ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് എത്രയും സംഖ്യകള് നമുക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു 2 എക്സാമ്പിൾ നമ്മുടെ ബുക്കിലുണ്ട്, അത് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ആഡ് ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആണ്. 1 0 1 1 1 ഇതിനെ കൊണ്ട്
1 1 0 0 ഈ നമ്പറുകൾ ആഡ് ചെയ്തു. ഇവിടെ നേരത്തെ നമ്മൾ ഇത്രയും നമ്മൾ പറഞ്ഞതാണ്. ഇത് നമുക്കറിയാം ഈ 1 ഉം 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും, ഈ 1 ഉം 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും, ഈ 0 ഉം 1 ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും, ഈ 1 ഉം 1 ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആദ്യം സമ്മ് പിന്നെ ക്യാരി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്, അതൊരു നോക്കാം. 0 1 0 1 പ്ലസ് 1 1 1 1 ഇത് ആഡ് ചെയ്യണം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ എന്തുണ്ട്? ഒരു ക്യാരി വരും. ഇതില് 1 1 ആഡ് ചെയ്യുമ്പോൾ സമ്മ് നമ്മളിവിടെ എഴുതി, ക്യാരി ഉണ്ട്, ക്യാരി നമ്മളിവിടെ മുകളിൽ മാർക്ക് ചെയ്യും. നമ്മൾ സാധാരണ കണക്കില് അഡീഷൻ ചെയ്യുന്ന പോലെ തന്നെ ക്യാരി മുകളിൽ മാർക്ക് ചെയ്യും. അപ്പൊ ഇവിടെ ഈ ക്യാരി കൂടി ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ വീണ്ടും 1 0 1 ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ വീണ്ടും 0 വരും, ഒരു ക്യാരി ഇവിടെ വരും. ഓക്കെ, ഇനി 3 1 ഉണ്ട്. ഇവിടെ 3 1 ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് 1 1 1 ഇവിടെ സമ്മ് എന്ന് പറയുന്നത് 1 തന്നെയാണ്, ക്യാരി എന്ന് പറയുന്നത് 1. ഓക്കെ, വീണ്ടും നമ്മൾ ഈ 1 0 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സമ്മ് 0 കിട്ടും, ക്യാരി 1. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇത് വെച്ചപ്പോൾ ഇതില് ഈ ഭാഗത്ത് വരുന്നതിനെ ക്യാരി എന്ന് പറയും, ഈ ഭാഗത്ത് വരുന്നതിനെ സമ്മ് എന്ന് പറയും. അപ്പൊ ക്യാരി നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം? ഇതിലേക്ക് ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരണം. അതിന് കൊണ്ടുവന്നിട്ട് അത് ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഇപ്പോ നമുക്ക് ഈ സംഖ്യ ആഡ് ചെയ്തപ്പോ കിട്ടിയത്. ഇങ്ങനെയാണ് ബൈനറി ഡിഷൻസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലോജിക് ഗേറ്റ്സ്. ലോജിക് ഗേറ്റ്സ്. Logic gate performs a logical operation on one or more logic inputs and produces a single logic output. ഇവിടെ ലോജിക്കൽ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അതില് ഒന്നോ അതിലധികമോ ഇൻപുട്ടുകൾ ഉണ്ടാവാം, പക്ഷേ ഒരു ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവൂ. ഒരു ഔട്ട്പുട്ട് മാത്രമേ നമുക്ക് ഇതില് ലോജിക് ഗേറ്റിൽ നിന്നും പ്രതീക്ഷിക്കാവൂ. അതേസമയം ഇൻപുട്ട് ഒന്നാവാം, ഒന്നിൽ കൂടുതലാവാം. ലോജിക് ഗേറ്റ് പെർഫോംസ് എ ലോജിക്കൽ ഓപ്പറേഷൻ ഓൺ വൺ ഓർ മോർ ലോജിക് ഇൻപുട്സ് ആൻഡ് പ്രൊഡ്യൂസസ് എ സിംഗിൾ ലോജിക് ഔട്ട്പുട്ട്. ഓക്കെ, they are implemented electronically using diodes or transistors, but can also be constructed using electromagnetic relays or even mechanical elements. The three types of essential logic gates are AND gate, OR gate and NOT gate. നമുക്ക് ഈ ഗേറ്റുകൾ നമുക്ക് ഡയോഡുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം, അതുപോലെ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യാം, മെക്കാനിക്കൽ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ചെയ്യാം, അതുപോലെ റിലേകൾ ഉപയോഗിച്ചിട്ടും ചെയ്യാം. The three types of essential logic gates are the AND, OR and NOT gate. ഇതിൽ നമ്മൾ ഫണ്ടമെന്റൽ ലോജിക് ഗേറ്റുകൾ ഏതൊക്കെ, അല്ലെങ്കിൽ എസെൻഷ്യൽ ലോജിക് ഗേറ്റുകൾ ഏതൊക്കെ? 1 നോട്ട് ഗേറ്റ്, നോട്ട് ഗേറ്റ്. Another one AND gate, AND gate. Third one OR gate, OR. ഇങ്ങനെ 3 തരം ഫണ്ടമെന്റൽ അഥവാ എസെൻഷ്യൽ ലോജിക് ഗേറ്റ്സ് ആണുള്ളത്. ഒന്ന് നോട്ട് ഗേറ്റ്, സെക്കൻഡ് വൺ ആൻഡ് ഗേറ്റ്, തേർഡ് വൺ ഓർ ഗേറ്റ്. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ എഴുതണം. നോട്ട് ഗേറ്റിൽ നമ്മൾ സ്മാൾ ലെറ്റർ എഴുതാൻ പാടില്ല. ഇതെല്ലാം നോട്ട് ഗേറ്റ്, അതേസമയം ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതണം. ഇതാണ് 3 ഫണ്ടമെന്റൽ ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്, നോട്ട് ആൻഡ് ഓർ. ഇതിന്റെ ഒരുപാട് വകഭേദങ്ങൾ വേറെയുണ്ട്. ഇത് ഫണ്ടമെന്റൽ ആണ്, ഇതാണ് അടിസ്ഥാനമായിട്ടുള്ള ഗേറ്റുകൾ. ഇതിന്റെ തന്നെ ഒരുപാട് വ്യത്യാസപ്പെട്ട ഗേറ്റുകൾ ഇനി പഠിക്കാനുണ്ട്. നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നില്ല എന്ന് മാത്രം. ഓക്കെ, ഫസ്റ്റ് വൺ
നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ്. Just one NOT gate. The NOT gate is an electronic circuit that produces an inverted version of the input at its output. അതായത് നമ്മളൊരു ഇൻപുട്ട് കൊടുത്താൽ ആ ഇൻപുട്ട് കൊടുക്കുന്നത് എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മുടെ താഴെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 ഉള്ളൂ. അപ്പൊ നമ്മള് 0 ആണ് ഇൻപുട്ടിൽ കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടിൽ 1 ആയിരിക്കും, 1 ആണ് ഇൻപുട്ടിൽ കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടിൽ 0 ആയിരിക്കും. അത് ഇൻവെർട്ടർ വേർഷൻ ആയിരിക്കും ഇതിലുണ്ടാവുക, ആ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക. അതാണ് ഇത് പറയുന്നത്. ദ നോട്ട് ഗേറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട്. ഇത് ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്. എല്ലാ ഗേറ്റുകളും ഇലക്ട്രോണിക് സർക്യൂട്ടുകളാണ്. അത് നമ്മൾ പ്രത്യേകം പറയുന്നു. ദ നോട്ട് ഗേറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് പ്രൊഡ്യൂസസ് an inverted version of the input at its output. Okay, it is also known as an inverter. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഇൻവെർട്ടർ എന്നും അറിയപ്പെടുന്നുണ്ട്, ഇൻവെർട്ടർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിനെ ഈ നോട്ട് ഗേറ്റിന് ഒരു മറ്റൊരു പേരാണ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. If the input variable is a, the inverted output is known as not a. This is also known as a dash or a naught. നോക്കുക, ഒരു നോട്ട് ഗേറ്റിന്റെ സിംബോളിക് റിപ്രസെന്റേഷൻ ആണ് ഇങ്ങനെ. ഇതാണ് ഒരു നോട്ട് ഗേറ്റിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഒരു നോട്ട് ഗേറ്റിന്റെ സിമ്പിൾ ആണിത്. ഇവിടെ നമ്മള് ഇൻപുട്ട് എ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ സാധാരണയായിട്ട് y എന്നാണ് പറയുക. y is equal to a നോട്ട്, ഇങ്ങനെ എ നോട്ട് എന്ന് പറയും, അല്ലെങ്കിൽ എ ഡാഷ് എന്ന് പറയും. രണ്ട് രീതിയിലും നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് പറയാം. അപ്പോ എ എന്താണോ കൊടുക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് ഔട്ട്പുട്ട് ഉണ്ടാവുക. അതായത് y is equal to a നോട്ട്. ഓക്കെ, നോട്ട് ഗേറ്റിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ആണിത്. ഇതിലെ ഇൻപുട്ട് എ, ഔട്ട്പുട്ട് നോട്ട് എ. ഇതും നോട്ട് എ ആണ്. ഇതിന്റെ ട്രൂത്ത് ടേബിളിലേക്ക് നോക്കാം. ഇതിന്റെ ട്രൂത്ത് ടേബിൾ കൂടുതലില്ല. ആകെ ഒരു ഇൻപുട്ട്, ഇവിടെ ഇൻപുട്ടാണ്, ഇൻപുട്ട് ഇവിടെ ഔട്ട്പുട്ട്. ഇതാണ് ഇത് ട്രൂത്ത് ടേബിളില് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇൻപുട്ടില് നമ്മള് ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടില് 1 കിട്ടും. ഇൻപുട്ടിൽ 1 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടില് 0 കിട്ടും. നേരെ തിരിച്ച് ഇവിടെ എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഔട്ട്പുട്ടില് കിട്ടുക. അപ്പോ ഇൻപുട്ട് നമ്മളിവിടെ എ എന്ന് മാർക്ക് ചെയ്യാം, ഇവിടെ എ ഡാഷ് എന്ന് മാർക്ക് ചെയ്യാം. ഇൻപുട്ട് എന്താണ് കൊടുക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇതാണ് നോട്ട് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ. ഓക്കെ, ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്, ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ്. The AND gate is an electronic circuit that gives a true output only if all its inputs are true. The AND gate is an electronic circuit that gives a true output only if all its inputs are true. അതായത് ട്രൂ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒന്നുകിൽ 1നെ ട്രൂ എന്ന് പറയും, അല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റിനെ ട്രൂ എന്ന് പറയും. ഈ ട്രൂ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ അതിന്റെ എല്ലാ ഇൻപുട്ടുകളും എന്തായിരിക്കണം? ട്രൂ ആയിരിക്കണം. അതായത് ആൻഡ് ഗേറ്റിന് 2 ഇൻപുട്ടാണുള്ളത്. ആ 2 ഇൻപുട്ടും ട്രൂ ആകുമ്പോൾ മാത്രമേ ഔട്ട്പുട്ടില് ട്രൂ കിട്ടത്തുള്ളൂ. അതാണ് ആൻഡ് ഗേറ്റ് വരുന്നത്. ആൻഡ് ഗേറ്റിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ഗേറ്റിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മള് എ ഇൻപുട്ട്, ഇവിടെ ബി ഇൻപുട്ട്, 2 ഇൻപുട്ടാണ് തരുന്നത്. ആൻഡ് ഗേറ്റിന് 2 ഇൻപുട്ട് ഉണ്ടാവും. അപ്പോൾ അതില് ഒന്ന് എ സിമ്പിൾ, സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് ആൻഡ് ഗേറ്റിന്റെ.
ഇതിന്റെ ഔട്ട്പുട്ട് y ഈസ് ഇക്വൽ ടു a ആൻഡ് b. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y ഈസ് ഇക്വൽ ടു a ആൻഡ് b ആണ്. ഇവിടെ ഒരു ഡോട്ട് ആണ്. ഇത് ഡോട്ടിനെ നമ്മൾ ആൻഡ് എന്ന് പറയുന്നത്. a ആൻഡ് b ആണ്. ഇതിനെ ആൻഡ് എന്നാണ് വായിക്കുക. അപ്പോ a ഒരു ഇൻപുട്ടും b മറ്റൊരു ഇൻപുട്ടും, അതിന്റെ ഔട്ട്പുട്ട് y ഈസ് ഇക്വൽ ടു a ആൻഡ് b. ഇതാണ് ആൻഡ് ഗേറ്റിന്റെ സിമ്പിൾ. ഇനി അതിന്റെ ട്രൂത്ത് ടേബിളിലേക്ക് നോക്കാം. നമ്മളിവിടെ നേരത്തെ പറഞ്ഞു എന്താണത്? ദ ഔട്ട്പുട്ട് ഈസ് ട്രൂ ഓൺലി ഇഫ് ആൾ ദ ഇൻപുട്സ് ആർ ട്രൂ. എല്ലാ ഇൻപുട്ടുകളും ട്രൂ ആകുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് ട്രൂ ആവത്തുള്ളൂ. ഏതില്? ആൻഡ് ഗേറ്റിന്റെ കേസിൽ. അപ്പൊ നമുക്ക് അതിന്റെ ട്രൂത്ത് ടേബിളിലേക്ക് ഒന്ന് നോക്കാം. ട്രൂത്ത് ടേബിൾ ഓഫ് ആൻഡ് ഗേറ്റ്. ഇവിടെ ഇൻപുട്ട് എ, ഇൻപുട്ട് ബി, y ഈസ് ഇക്വൽ ടു എ ആൻഡ് ബി ആണ് ഇതിന്റെ ഔട്ട്പുട്ട്. y ഈസ് ഇക്വൽ ടു എ ആൻഡ് ബി. ഇവിടെ നമ്മൾ ഇൻപുട്ട് എയില് 0 കൊടുത്തു, ഇൻപുട്ട് ബിയിലും 0 കൊടുത്തു. അതായത് ഇവിടെയും 0 കൊടുത്തു, ഇവിടെയും 0 കൊടുത്തു. അപ്പൊ എന്താ ഔട്ട്പുട്ടിൽ കിട്ടുക? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഔട്ട്പുട്ടിൽ ഹൈ ആവണമെങ്കിൽ രണ്ട് ഇൻപുട്ടും ഹൈ ആവണം. രണ്ട് ഇൻപുട്ടും ഹൈ ആകുമ്പോൾ മാത്രമേ ഔട്ട്പുട്ടിൽ ഹൈ ആവുള്ളൂ. ഇവിടെ രണ്ട് ഇൻപുട്ടും ലോ ആണ്, അതുകൊണ്ട് ഔട്ട്പുട്ട് ലോ ആണ്. ഇനി അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, ഇതില് 0യും ഇതിൽ 1ഉം കൊടുത്തു, ബിയില് 1ഉം കൊടുത്തു. അപ്പൊ ഈ ഒരു ഇൻപുട്ട് മാത്രമേ ഹൈ ഉള്ളൂ. രണ്ട് ഇൻപുട്ട് ഹൈ ആകുമ്പോൾ മാത്രമേ എന്തുള്ളൂ? ഇവിടെ ഹൈ ഉള്ളൂ. എപ്പോഴും 0. ഇനി നമ്മൾ ഇവിടെ ഇൻപുട്ട് എയില് 1 കൊടുത്തു, ഇൻപുട്ട് ബിയില് 0 കൊടുത്തു. ഇപ്പോഴും ഒരു ഇൻപുട്ട് മാത്രമാണ് ഹൈ, അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടില് എന്താണ്? ലോ ആയിട്ടുണ്ടാവുക. ഇനി നമ്മൾ രണ്ട് ഇൻപുട്ട് ഹൈ കൊടുക്കാൻ പോവാ. ഇവിടെ രണ്ട് ഇൻപുട്ട് ഹൈ കൊടുത്തു. രണ്ട് ഇൻപുട്ട് ഹൈ ആകുമ്പോൾ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അതാണ് ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത. എല്ലാ ഇൻപുട്ടുകളും ഹൈ ആകുമ്പോൾ ഔട്ട്പുട്ടിൽ ഹൈ ആയിരിക്കുന്നതാണ് ആൻഡ് ഗേറ്റ്. All the inputs are high, the output is high. Okay. ഇത്രയാണ് ആൻഡ് ഗേറ്റ്. ഇത് സിമ്പിൾ ആണ്. ഇത്രയും മനസ്സിലാക്കുക. എ ആൻഡ് ബി രണ്ടും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആവും. എ ആൻഡ് ബി, എയും ബിയും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ബാക്കി ഇതിൽ ഒന്ന് മാത്രം ഹൈ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അതാണ് ട്രൂത്ത് ടേബിൾ. എഴുതാനും പഠിക്കാനും നിങ്ങളുടെ സിമ്പിളാണ്. രണ്ടും ഹൈ ആകുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ഉള്ളൂ. അതിൽ ഈ ആൻഡ് ഗേറ്റ് എന്നുള്ള പേര് ഞാൻ മനസ്സിലാക്കുക. എ ആൻഡ് ബി രണ്ടും ഹൈ ആകുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആവും. അപ്പൊ ഈ ആൻഡ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും ഇതും ഹൈ ആകുമ്പോൾ ഇത് ഹൈ എന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഓക്കെ. നെക്സ്റ്റ്, OR gate. The OR gate is an electronic circuit that gives a true output if one or more of its inputs are true. അതായത് ഇവിടെ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ ഇൻപുട്സ് ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അതാണ് പറയുന്നത്. OR gate ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്. അതിന്റെ ഇൻപുട്ട് ഒന്നോ അതിലധികമോ ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അപ്പോൾ ഒന്നധികമോ രണ്ട് ഇൻപുട്ടുകളാണ് OR ഗേറ്റിലുള്ളത്. അതിൽ ഒന്ന് തന്നെ ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. രണ്ടും ട്രൂ ആണെങ്കിലും ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അതിന്റെ സിമ്പിളിലേക്ക് നമുക്ക് കടന്നു നോക്കാം. ഇതാണ് OR ഗേറ്റിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് OR ഗേറ്റിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ എ ഇൻപുട്ട് ബി, ഇവിടെ y is equal to a or b. ഇവിടെ ഈ പ്ലസ് ചിഹ്നമാണ് ഓർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ എന്ന് പറയുന്നത് പ്ലസ് ചിഹ്നമാണ്. A plus is used to show the OR operation. OR operation കാണിക്കാൻ വേണ്ടി ഇവിടെ പ്ലസ് ചിഹ്നമാണ് ഉപയോഗിക്കുക. ഓക്കെ. അപ്പോ ഇൻപുട്ട് എ, ഇൻപുട്ട് ബി, ഔട്ട്പുട്ട് y is equal to a or b. ഇതിനെ OR എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ ട്രൂത്ത് ടേബിളിലേക്ക് കയറാം.
ട്രൂത്ത് ടേബിൾ ഒന്ന് പരിശോധിക്കാം. ട്രൂത്ത് ടേബിൾ ഒന്ന് പരിശോധിക്കാം. നമുക്ക് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് ബി, ഔട്ട്പുട്ട് y is equal to a or b. ഇൻപുട്ട് ഫസ്റ്റ് നമ്മൾ രണ്ടും 0 കൊടുത്തു. 2 0 കൊടുക്കുമ്പോൾ എന്താണ്? ഏതൊരു ഇൻപുട്ടും ഇതിൽ 2 ഇൻപുട്ടും 0 ആയതുകൊണ്ട് ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് എ ഓർ ബി എന്നാണ്. എ അല്ലെങ്കിൽ ബി, ഏതെങ്കിലും ഒന്ന് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആവുന്നതാണ്. ഇവിടെ രണ്ടും ലോ ആയതുകൊണ്ട് ഔട്ട്പുട്ട് ലോ ആണ്. ഇനി നമ്മള് എയിൽ 0 കൊടുത്തു, ബിയിൽ 1 കൊടുത്തു. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എയോ ഓർ ബിയോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഓക്കെ. പിന്നീട് വീണ്ടും നമ്മള് 1-ല് ട്രൂ കൊടുത്തു, എയില് ട്രൂ കൊടുത്തു, ബിയില് ഫാൾസ് കൊടുത്തു. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? നമുക്ക് നേരത്തെ അറിയാം, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട്. ഓക്കെ. ഇനി 2-ലും നമ്മൾ 1 കൊടുത്തു. എയിൽ കൊടുത്തു, ബിയിലും 1 കൊടുത്തു. എയിൽ 1 കൊടുത്തു, ബിയിലും 1 കൊടുത്തു. അപ്പൊ എയിലും 1, ബിയിലും 1 കൊടുത്തു. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒന്നോ ഒന്നിലധികമോ ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അപ്പൊ ഒന്നിലധികം ഇൻപുട്ട് ഹൈ ആയാലും ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അപ്പൊ ഒരു ഇൻപുട്ട് ഹൈ ആണോ അല്ലെ ഒന്നിലധികം ഇൻപുട്ട് ഹൈ ആണോ, അപ്പൊ എല്ലാം എന്തായിരിക്കും? ഔട്ട്പുട്ട് ഹൈ അല്ലെങ്കിൽ ട്രൂ ആയിരിക്കും. ഓക്കെ. ഇതാണ് നമ്മുടെ ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. ഇത്തരം ഗേറ്റുകളാണ് ഇതിന്റെ ബേസിക് ഗേറ്റുകൾ. പിന്നെ അതിന്റെ ഓറിന്റെ തന്നെ നോർ ഉണ്ട്, ആൻഡിന്റെ നാൻഡ് ഉണ്ട്. അതുപോലെ ഗേറ്റുകൾ, ഒരുപാട് ഗേറ്റുകളുണ്ട്. എക്സ്ക്ലൂസീവ് ഗേറ്റുകൾ എന്ന് പറയുന്ന ഗേറ്റുകളെല്ലാം ഉണ്ട്. അതിലേക്ക് നമ്മൾ പോകണ്ട. ജസ്റ്റ് ഇതൊന്നും മനസ്സിലാക്കി വെക്കുക. അതിൽ ട്രൂത്ത് ടേബിളും സിമ്പലും മനസ്സിലാക്കി വെക്കുക. ഓക്കെ.